കൊമേഴ്സ് അധ്യാപകർ കാത്തിരുന്ന ആ ഒരു നോട്ടിഫിക്കേഷൻ എത്തിയിരിക്കുകയാണ്. ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ കൊമേഴ്സ് ജൂനിയർ നിലവിൽ PSCയുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഇപ്പോൾ തന്നെ അപ്ലൈ ചെയ്തോളൂ. ഇനി യോഗ്യതയുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഈ വീഡിയോ കണ്ടോ. നമ്മൾ കൃത്യമായിട്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ പറയുന്നുണ്ട്. അതുകൊണ്ട് വീഡിയോ മുഴുവൻ കാണാനായിട്ട് ശ്രമിക്കുക. അതോടൊപ്പം തന്നെ ഇതിനെ റിലേറ്റ് ചെയ്തിട്ടുള്ള തുടർ വീഡിയോസ് നമ്മൾ ഈ ചാനൽ പബ്ലിഷ് ചെയ്യുന്നതാണ്. ഇതിന്റെ വേക്കൻസീസ് എത്രയുണ്ടാവും, അതുപോലെ തന്നെ ഇതിന്റെ സിലബസ് എന്താണ്, അതോടൊപ്പം ഇതിന്റെ സ്റ്റഡി പ്ലാന്, 3 വർഷ ചോദ്യങ്ങൾ, ഇതെല്ലാം നമ്മൾ ഈ ചാനൽ പുറകെ വരുന്നുണ്ട്. അതുകൊണ്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേക്കണേ. നമുക്കപ്പോൾ ഡീറ്റെയിൽ ആയിട്ട് തന്നെ നോക്കാം. ആദ്യം നമ്മുടെ കാര്യത്തിലേക്ക് പോകുന്നതിന് മുമ്പ് ഒരു കാര്യം പറയാണ്. നമ്മുടെ എൻട്രി ആപ്പിൽ HSSCയുടെ കൊമേഴ്സിന്റെ മാസ്റ്റർ ബാച്ച് ആരംഭിച്ചിട്ടുണ്ട്. നമ്മൾ ഓൾറെഡി കുറെ ബാച്ചുകൾ ആരംഭിച്ചിരുന്നു. നിലവിൽ ഇപ്പോൾ ഒരു ബാച്ച് 20-ാം തീയതി തുടങ്ങുകയാണ്. നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യാം. നിങ്ങൾ പെട്ടെന്ന് ചാടിക്കറി ജോയിൻ ചെയ്യേണ്ട, ഡീറ്റെയിൽ ആയിട്ട് തന്നെ അറിഞ്ഞിട്ട് ജോയിൻ ചെയ്തോളൂ. ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ വേണ്ടി ഈ നമ്പറിൽ വിളിച്ചാൽ മതി. 7736041111 എന്ന് പറയുന്ന ഈ നമ്പറിൽ നിങ്ങളൊന്ന് വിളിക്കുക. വിളിച്ചു കഴിഞ്ഞാൽ ഡീറ്റെയിൽ ആയിട്ട് അറിയാൻ കഴിയും. അപ്പൊ 60 ഡേയ്സിന്റെ ഒരു സ്റ്റഡി പ്ലാനോട് കൂടിയുള്ള ഒരു ബാച്ച് ആണ്. അതുപോലെ ഇതിനകത്ത് മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട്, റെക്കോർഡ് ക്ലാസ്സുകൾ ഉണ്ട്, റിവിഷൻ ക്ലാസ്സസ് ഉണ്ട്, മോക്ക് എക്സാം ഉണ്ട്, PVQ ഉണ്ട്, റിവിഷൻ എക്സാം ഉണ്ട്. നിങ്ങൾക്ക് പരീക്ഷ വരെ ഈ ഒരൊറ്റ കോഴ്സിലൂടെ തയ്യാറെടുപ്പ് നടത്താം എന്നുള്ളതാണ്. എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള അധ്യാപകരാണ് നമുക്കിവിടെ ക്ലാസ്സുകൾ എടുക്കുന്നത്. മെന്റർ സപ്പോർട്ടും ഉണ്ട്. തീർച്ചയായിട്ടും നല്ലൊരു കോഴ്സാണ്. താല്പര്യം ഉണ്ടെങ്കിൽ ജോയിൻ ചെയ്യുക. ഈ നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. ഓക്കെ, ഇല്ലെങ്കിൽ താഴെ പിൻ കമന്റിൽ ഒരു ഫോം ഉണ്ട്, ആ ഫോം ഫില്ല് ചെയ്താലും മതിയാവും. നമുക്ക് നേരിട്ട് കാര്യങ്ങളിലേക്ക് പോവാം. അപ്പൊ നമ്മുടെ ഈ ഒരു കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് 127/2024 ആണ്. നമുക്കറിയാം ഹയർ സെക്കൻഡറി പോസ്റ്റുകളെല്ലാം തന്നെ സ്റ്റേറ്റ് വൈഡ് ആണ് അല്ലെ. സ്റ്റേറ്റ് വൈഡ് പോസ്റ്റ് ആണ്. 127/2024 ആണ്. ഇന്ന് 15-ാം തീയതി, അതായത് നമ്മുടെ ജൂൺ 15-ന് നിലവിൽ ഗസറ്റ് ഡേറ്റ് വന്നു. ജൂലൈ 17-ാം തീയതി വരെ സമയമുണ്ട്. ബുധനാഴ്ചയാണ്. അന്നത്തേക്ക് വരെ വെക്കരുതേ. നിങ്ങൾ യോഗ്യരാണെങ്കിൽ ഇപ്പോൾ തന്നെ അല്ലെങ്കിൽ വരും ദിവസങ്ങളിലായിട്ട് തന്നെ അപ്ലൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. അപ്പൊ നമ്മുടെ ഡിപ്പാർട്ട്മെന്റ് നമുക്കറിയാം കേരള ഹയർ സെക്കൻഡറി എഡ്യൂക്കേഷൻ ആണ്. പോസ്റ്റിന്റെ പേര് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് എന്നുള്ളതാണ് നമ്മുടെ പോസ്റ്റിന്റെ പേര്. പിന്നെ സാലറി സ്കെയില് 45,600, 95,600 ആണ് ബേസിക് സാലറി എന്ന് പറയുന്നത്. TAD ഒന്നും കൂട്ടാതെയുള്ള ബേസിക് സാലറി ആണ് 45,600, 95,600. വേക്കൻസീസ് ഇവിടെ പറയുന്നത് എന്താണ്? ആന്റിസിപ്പേറ്റഡ് വേക്കൻസീസ് ആണ്. ഇതിനെ കുറിച്ചുള്ള നമ്മുടെ അനിൽകുമാർ സാറോട് ചേർന്നുള്ള വീഡിയോസ് നമ്മൾ പിന്നാലെ വരുന്നുണ്ട്. ഇപ്പൊ നിലവിൽ ഇത് വീഡിയോ ചെയ്യുന്നില്ല, പിന്നീട് നമ്മൾ അതിന്റെ വീഡിയോ ചെയ്യുന്നതാണ്. ഓക്കെ, അപ്പോൾ ഒരു പ്രതീക്ഷിത ഒഴിവുകളാണ് നിലവിൽ നമ്മുടെ നോട്ടിഫിക്കേഷനിൽ പറയുന്നത്. ഇനി നമുക്ക് ഇതിന്റെ ഏജ് ലിമിറ്റിലേക്ക് പോവുകയാണെങ്കിൽ 20-40 വയസ്സാണ് നമ്മുടെ ഇതിന്റെ ഏജ് ലിമിറ്റ് എന്ന് പറയുന്നത്. ഏജ് ലിമിറ്റ് കണക്കാക്കേണ്ടത് നിങ്ങൾ 1984 ജനുവരി 2 അതിനുശേഷം അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ജനിച്ചവരാണെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. ഓക്കെ, അപ്പൊ ഇവിടെ ഇത് ജനറൽ കാറ്റഗറിക്കാരന്റെ വർഷമാണ്, വയസ്സാണ് പറയുന്നത്. 40 വയസ്സ് 1984. ഇനി നിങ്ങളൊരു OBC കാറ്റഗറിക്കാരനാണെങ്കിൽ 3 വർഷത്തെ വയസ്സിലുള്ള, അതായത് 43 വയസ്സ് വരെ ഉള്ള ഒരു OBC കാരൻ ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. അതായത് 84-ന് വീണ്ടും ഒരു 3 കുറച്ച് വെക്കേ, അപ്പൊ 81 വരെയുള്ള 81 ജനുവരി 2 അവിടെ നിന്ന് ഇങ്ങോട്ടേക്കുള്ള OBC കാറ്റഗറിക്കാരൻ അപ്ലൈ ചെയ്യാം. ഇനി നിങ്ങൾ SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ നിങ്ങൾക്ക് 45 വയസ്സ് വരെയുള്ള ഉദ്യോഗാർത്ഥിക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവിടെ നിങ്ങൾ എന്ത് ചെയ്യുക? വീണ്ടും ഇതിങ്ങോട്ട് പുറകോട്ട് കുറയ്ക്കുക. അപ്പം 1979 ജനുവരി 2 മുതൽ ഇങ്ങോട്ടേക്ക് ജനിച്ച ഉദ്യോഗാർത്ഥികൾക്ക് ഇവിടെ കൊമേഴ്സിൽ ഈ ഒരു പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ വയസ്സിന്റെ കാര്യത്തിൽ ക്ലിയർ ആയല്ലോ, വേറെ സംശയമൊന്നും ഇല്ലല്ലോ. അപ്പൊ അത് ഓർത്തിരിക്കുക. ഏജ് ലിമിറ്റ് ഇങ്ങനെയാണ്. OBC കാരനാണെങ്കിൽ 43 വരെ, SC/ST കാൻഡിഡേറ്റ് ആണെങ്കിൽ 45 വരെ, ജനറൽ കാറ്റഗറിക്കാർക്ക് 40 വയസ്സ് വരെ. ഓക്കെ ആണ്. ഇനി ഇതിന്റെ ക്വാളിഫിക്കേഷനുമായി ബന്ധപ്പെട്ടാണ് പലർക്കും പല സംശയങ്ങളും ഉള്ളത്. പൊതുവെ ഇതിന്റെ ക്വാളിഫിക്കേഷൻ ജനറൽ ആയിട്ട് പറയുന്നത് 3 കാര്യങ്ങളാണ്. അതിൽ ഒന്നാമത്തെ കാര്യം, നിങ്ങൾക്ക് എന്തുണ്ടായിരിക്കണം? കൊമേഴ്സിൽ ഒരു മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം. കൊമേഴ്സിൽ നിങ്ങൾക്ക് മാസ്റ്റർ ഡിഗ്രി ഉണ്ടായിരിക്കണം, ഒന്നാമത്തെ കാര്യം. അതും 50% മാർക്കിൽ താഴെ പോകാൻ പാടില്ല. 50% മാർക്കോട് കൂടി അതിന് മുകളിലേക്കോ, 50% അല്ലെങ്കിൽ അതിന് മുകളിലേക്കോ കൊമേഴ്സിലുള്ള മാസ്റ്റർ ഡിഗ്രി ആണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തത് എന്താണ്? B.Ed ആണ്. രണ്ടാമത്തത് B.Ed ആണ്. കൊമേഴ്സിലുള്ള B.Ed നമുക്കിവിടെ കൃത്യമായി പറയുന്നത്. അപ്പൊ ജനറൽ ആയിട്ടുള്ള 3 ക്വാളിഫിക്കേഷൻ ഇതാണ്. കൊമേഴ്സിൽ B.Ed, കൊമേഴ്സിൽ മാസ്റ്റർ ഡിഗ്രി, അതേപോലെ തന്നെ നമുക്ക് എന്ത് വേണം? സെറ്റ് വേണം. ഇതാണ് ജനറൽ ആയിട്ട് പറയുന്ന ക്വാളിഫിക്കേഷൻ. ബാക്കി ക്വാളിഫിക്കേഷൻ ഉണ്ട്, അതിലേക്ക് ഞാൻ വരാം. അപ്പോൾ ഈ ഒരു ക്വാളിഫിക്കേഷൻ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇവിടെയും പലരും ചോദിക്കാൻ പോകുന്ന ചില ചോദ്യങ്ങൾ ഞാൻ പറയാം. നിലവിൽ സാർ ഞാൻ B.Ed പഠിച്ചുകൊണ്ടിരിക്കുകയാണ്, പരീക്ഷ റിസൾട്ട് കാത്തുകൊണ്ടിരിക്കുകയാണ്, എനിക്ക് പറ്റുമോ? അവിടെ ചോദ്യത്തിന് ഉത്തരം അത് എന്തായിക്കോട്ടെ, PG ആയിക്കോട്ടെ, B.Ed ആയിക്കോട്ടെ, നിങ്ങൾക്ക് നിലവിൽ ഇത് 17 അടുത്ത മാസം ജൂലൈ 17 വരെ സമയമുണ്ടല്ലോ. ഈ ജൂലൈ 17-നുള്ളിൽ നിങ്ങളുടെ റിസൾട്ട് വന്നതാണെങ്കിൽ, നിങ്ങൾ ജയിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാം. സർട്ടിഫിക്കറ്റ് വേണമെന്നില്ല. സർട്ടിഫിക്കറ്റ് നിങ്ങളുടെ കയ്യിൽ വേണമെന്നില്ല. നിങ്ങൾ പാസ്സായാൽ മതി. നിങ്ങൾ പാസ്സായിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. സർട്ടിഫിക്കറ്റ് കയ്യിൽ വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾ അപ്ലൈ ചെയ്തതിനു ശേഷം പിന്നീടൊക്കെ നിങ്ങൾക്ക് സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്താൽ മതി. ഇപ്പൊ സർട്ടിഫിക്കറ്റ് വേണമെന്ന് നിർബന്ധമില്ല. നിങ്ങൾക്ക് ഈ സമയത്ത് നിങ്ങൾ എന്ത് ചെയ്തിരിക്കണം?
നിങ്ങൾ ക്വാളിഫൈഡ് ആയിരിക്കണം എന്നുള്ളത് മാത്രമാണ് ഇവിടെ നോക്കുന്നത്. ഓക്കെ, അപ്പൊ ഈ 17-ാം തീയതിക്കുള്ളിൽ നിങ്ങൾ ഈ പറഞ്ഞത് നിങ്ങൾക്ക് ക്വാളിഫൈഡ് ആണെങ്കിൽ നിങ്ങൾക്ക് ധൈര്യപൂർവ്വം എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ്. ഇനി അടുത്തൊരു സംശയം, ഞാൻ പഠിച്ചത് വേറൊരു യൂണിവേഴ്സിറ്റിയിലാണ്, പുറത്തെ യൂണിവേഴ്സിറ്റിയിലാണ്, ഞാൻ യോഗ്യനാണോ എന്നുള്ളതാണ് അടുത്തൊരു ചോദ്യം. പൊതുവെ നമ്മൾ കേരളത്തിലുള്ള ഏതെങ്കിലും യൂണിവേഴ്സിറ്റിയിൽ നിന്ന് റെഗുലർ ആയി പഠിച്ച കോഴ്സ് ആയിരിക്കണം. അതിൽ PG റെഗുലർ ആവണമെന്നില്ല, നമ്മൾ B.Ed എന്തായിരിക്കണം, റെഗുലർ ആയിരിക്കണം. അതുപോലെ നമുക്ക് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ചെയ്യുന്നുണ്ടൊന്നും ഒരു കുഴപ്പമില്ല. പുറത്തുള്ള യൂണിവേഴ്സിറ്റിയിൽ നിങ്ങൾ റെഗുലർ ആയിട്ട് B.Ed ചെയ്തിരിക്കണം. B.Ed എപ്പോഴും റെഗുലർ തന്നെയാണ്, PG കുഴപ്പമില്ല. അപ്പൊ റെഗുലറായി ചെയ്ത B.Ed അത് പുറത്തുള്ള യൂണിവേഴ്സിറ്റി ആണെങ്കിൽ നിങ്ങൾക്ക് അവിടെ നമ്മുടെ കേരളത്തിലൊരു യൂണിവേഴ്സിറ്റിയുടെ ഇക്വലൻസി കിട്ടിയാൽ മതി, വേറെ പ്രശ്നമൊന്നുമില്ല. UGC അപ്രൂവ്ഡ് ആയിരിക്കണം. കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി എന്ത് ചെയ്യണം, എലിജിബിലിറ്റി തരണം. UGC അപ്രൂവ്ഡ് ആണെങ്കിൽ മാത്രമേ കേരളത്തിലൊരു യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി തരുള്ളൂ, അത് വേറെ സത്യം. അപ്പോൾ കേരളത്തിലെ ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി എലിജിബിലിറ്റി തന്നിട്ടുള്ള എലിജിബിലിറ്റി അല്ല, ഇക്വലൻസി തന്നിട്ടുള്ള ഒരു കോഴ്സ് ആണെങ്കിൽ നിങ്ങൾ പേടിക്കാനില്ല, അത് മതിയാവും. ഓക്കെ, അപ്പൊ PGയുടെ കാര്യത്തിലും B.Edന്റെ കാര്യത്തിലും നിങ്ങൾക്ക് ഇക്വലന്റ് ഉണ്ടെങ്കിൽ യാതൊരു പ്രശ്നമില്ല, നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ഓക്കെ, ഇതാണ് ജനറൽ ആയിട്ടുള്ള കാര്യം. M.Com നമുക്ക് കൊമേഴ്സിലുള്ള PG, അതേപോലെ തന്നെ നിങ്ങൾക്ക് B.Ed, അതേപോലെ സെറ്റ്, ഇത്രയാണ് പറയുന്നത്. ഇനി നമുക്ക് ഓരോന്നോരോ നോക്കാം, അല്ലാതെ ഓരോന്നോരോ നോക്കാം. അപ്പൊ നമ്മൾ ആദ്യം പറഞ്ഞു M.Com, B.Ed കൊമേഴ്സ്, സെറ്റ് കൊമേഴ്സ്, ഇതാണ് ഒരു യോഗ്യത. ഇനി അടുത്തത് M.Com, B.Ed, നെറ്റ് കൊമേഴ്സ്, സെറ്റ് അല്ലെങ്കിൽ നെറ്റ് കൊമേഴ്സ്. അടുത്തത് M.Com, B.Ed, ഇവിടെ B.Ed കൊമേഴ്സിൽ അല്ലാതെയും കുഴപ്പമില്ല എന്ന് കൊടുക്കുന്നുണ്ട്, B.Ed മതി എന്ന് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ M.Com, B.Ed സ്ലെറ്റ്, ഇതുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അതുപോലെ M.Com, B.Ed, M.Ed ഇതുള്ളവർക്ക് അപ്ലൈ ചെയ്യാം. അവിടെ എന്ത് വേണ്ട, സെറ്റ് പാസ് ആവണമെന്നില്ല, നെറ്റും പാസ് ആവണമെന്നില്ല. അടുത്തത് M.Com, B.Ed, PhD കൊമേഴ്സ്. ഇനി അടുത്തത് M.Com, B.Ed, M.Phil കൊമേഴ്സ്. അടുത്തത് M.Com, M.Ed. അടുത്തത് M.Com, B.Ed. അതുപോലെ തന്നെ ഇനി വേറെ ഒന്നും വേണമെന്നില്ല, എക്സ്പീരിയൻസ് ഉണ്ടാവാം, 120 months എക്സ്പീരിയൻസ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഇതിലേക്ക് അപ്ലൈ ചെയ്യാം. ഇനി അടുത്തത് M.Com, സെറ്റ് കൊമേഴ്സ്, ഇത്രയും പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഒരു ക്വാളിഫിക്കേഷൻ ആയിട്ട് അവിടെ പറയുന്നുണ്ട്. അപ്പൊ ഇതൊക്കെ ഉള്ളവർക്ക് എന്ത് ചെയ്യാം, അപ്ലൈ ചെയ്യാവുന്നതാണ് കേട്ടോ. അപ്പൊ ഇതൊക്കെ നമ്മൾ പ്രൊഫൈലിൽ തന്നെ നിങ്ങൾക്ക് അവിടെ കാണാൻ കഴിയും. അപ്പൊ ഇത് ചിലപ്പോൾ ഈ ഒരു ആദ്യം പറഞ്ഞ ഒരു ക്വാളിഫിക്കേഷൻ ഇല്ലാത്തൊരു ഉദ്യോഗാർത്ഥി ആണെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഇക്വലൻസി അവിടുത്തെ നമ്മൾ എലിജിബിലിറ്റി എടുത്ത് ഇക്വലൻസി എടുത്തിട്ട് എന്ത് ചെയ്യാം, ഇവിടെ വന്ന് ഏതെങ്കിലും ഒരെണ്ണം എടുത്തിട്ട് അതിനെ വെച്ചുകൊണ്ട് നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. ക്ലിയർ ആണുള്ള കാര്യം, ഇത് PSC വെബ്സൈറ്റിൽ തന്നെയുള്ള കാര്യങ്ങളാണ്. യെസ്, അപ്പൊ ഇത് ഇനി അപ്ലൈ ചെയ്യാനുള്ള ലാസ്റ്റ് ഡേറ്റ് എന്ന് പറയുന്നത് 17-ാം തീയതിയാണ്. അന്നത്തേക്ക് വെച്ചേക്കരുതേ. അതേപോലെ തന്നെ ഞാൻ നമ്മുടെ കോഴ്സിന്റെ കാര്യം ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്. HSST കൊമേഴ്സ് മാസ്റ്റർ ബാച്ച് ആണ് നമ്മൾ ആരംഭിക്കുന്നത്. ഓൾറെഡി കുറെ ബാച്ചുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്, വിദ്യാർത്ഥികളൊക്കെ തന്നെ സക്സസ്ഫുൾ ആയിട്ട് പഠിച്ചു പോകുന്നുണ്ട്. അതോടൊപ്പം ഇനി നിങ്ങൾ തുടക്കക്കാരനാണെങ്കിലും പാതി വഴിയിൽ പഠനം നിർത്തിപ്പോയവരാണെങ്കിലും ഒക്കെ തന്നെ നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല, നിങ്ങൾക്ക് ഫ്രഷ് ആയിട്ട് വന്ന് തന്നെ ജോയിൻ ചെയ്യാം. 20-ാം തീയതിയാണ് കോഴ്സ് ആരംഭിക്കുന്നത്. താല്പര്യമുള്ളവർക്ക് ഈ കാണുന്ന നമ്പറിൽ ബന്ധപ്പെട്ടാൽ മതിയാകും. 77 36 04 9111 നമ്പറിൽ ബന്ധപ്പെടുക. ഓക്കെ, അപ്പോൾ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ഇതിന്റെ തുടർ വീഡിയോസ് വരുന്നുണ്ട്, വേക്കൻസീസുമായിട്ട് ബന്ധപ്പെട്ട് അതിന്റെ സിലബസുമായി ബന്ധപ്പെട്ടൊക്കെ വീഡിയോസ് വരുന്നുണ്ട്. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ, ഇപ്പൊ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.